Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കഴിഞ്ഞ ദിവസം UG അഡ്മിഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം കേരളത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു മാറ്റമാണ് 4 ഇയർ UG. ഇതുവരെ നമുക്ക് 3 ഇയർ UG പ്രോഗ്രാമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. സോ 4 ഇയർ UG വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ നടക്കാൻ പോകുന്നത്? ദെൻ ഓൾറെഡി UG ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ഇനി ഞങ്ങളുടെ കോഴ്സിന് വാല്യൂ ഇല്ലാണ്ടാകുമോ? ഇത്രത്തോളം വലിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഞങ്ങൾ ഔട്ടാകുമോ? അങ്ങനെ ചോദിക്കുന്നുണ്ട്. ദെൻ ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ ആശങ്ക എന്ന് പറയുന്നത് 3 ഇയർ തന്നെ എങ്ങനെയും കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് പോകാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരാണ് മെജോറിറ്റി. ആ ഒരു സമയത്തിന് 4 വർഷം പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? സോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ട്. സോ ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റെഗുലേഷൻസ് വന്നിട്ടുള്ള ആ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ 4 ഇയർ UGനെ പറ്റിയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് നമുക്ക് മെയിനായിട്ട് മിനിമം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നിങ്ങളുടെ സംശയങ്ങൾ അനുസരിച്ച് നമ്മൾ ഇതിൻ്റെ അഡീഷണൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം BCom BBA സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. BCom BBA MCom MBA കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തുള്ള എല്ലാ കോഴ്സസിനും നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ 4 ഇയർ UG പ്രോഗ്രാം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇത് ഒരു പുതുമയാണ്. ബട്ട് ഫോറിൻ കൺട്രീസിലോട്ട് പോകുന്ന സമയത്ത് അവിടെ UG പ്രോഗ്രാം എന്ന് പറയുമ്പോൾ 4 ഇയേഴ്സ് ആണ്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ ഒരു മാറ്റം വരുന്നത്. ഇതിനെ പറ്റി ആലോചിച്ചിട്ട് അല്ലേ, വർഷങ്ങളായിട്ടുണ്ട്. ഇതിപ്പോഴാണ് വരുന്നത്. കഴിഞ്ഞ വർഷം തന്നെ ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ പല പ്ലാനുകളും ഉണ്ടായിരുന്നു. ബട്ട് അത് നടന്നില്ല. ബിക്കോസ് യൂണിവേഴ്സിറ്റീസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് അത്യാവശ്യം ടൈം വേണം. ദെൻ കഴിഞ്ഞ അക്കാഡമിക് ഇയർ മുതലാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻസ്, സിലബസ് ഒക്കെ ചേഞ്ച് ആക്കണമല്ലോ. ഒരു മിനിമം ഒരു 5-6 മാസമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഒരു 1 ഇയർ ആണ് ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട് മെയിനായിട്ട് സിലബസ് ചേഞ്ച്. ഒരു 5-6 മാസമൊക്കെ എടുത്ത് സിലബസിൽ വരുന്ന മാറ്റങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരണം, ഇതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ 4 ഇയർ പ്രോഗ്രാം ആണ് എങ്കിലും നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇവിടെ 4 ഇയർ പ്രോഗ്രാം എന്ന് പറയുന്നുണ്ട് എങ്കിലും ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതാണ്. 3 ഓപ്ഷൻസ് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. സോ ഇത് 4 ഇയർ പ്രോഗ്രാം ആണ് എങ്കിലും ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. 3 ഓപ്ഷൻസ്. നമ്പർ 1, നിങ്ങൾ 4 വർഷവും പഠിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഇതുവരെ 3 ഇയർ പ്രോഗ്രാം ആയിരുന്നല്ലോ. സോ 3 ഇയേഴ്സ് നമുക്ക് പഠിച്ച് പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് 3 ഇയേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിലോട്ട് കിട്ടും. ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ റെഗുലേഷൻസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നമ്മൾ 4 ഇയർ പ്രോഗ്രാം എന്ന് പറഞ്ഞാലും നമ്മൾ 4 ഇയർ അതുപോലെ തന്നെ ചെയ്യണമെന്നില്ല. 3 ഇയർ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡിഗ്രി കയ്യിലോട്ട് അവിടെ കിട്ടും എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ഇയർ ഡിഗ്രി ആണ്. അതിനെ പറയും 4 ഇയർ ഡിഗ്രി ഹോണേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 4ാമത്തെ വർഷത്തിലോട്ട് നമ്മുടെ പഠനം എന്ത് ചെയ്യാൻ, കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. 4th ഇയർ നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ പ്രോജക്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കോളേജിലുള്ള ടീച്ചേഴ്സ് ആയിരിക്കും നമുക്ക് സപ്പോർട്ടായിട്ട് ഗൈഡൻസും മറ്റു കാര്യങ്ങളൊക്കെ തരാം. നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ 4th ഇയറിൽ മെയിനായിട്ട് നടക്കുന്നത്. ഇതാണ് 4 ഇയർ പ്രോഗ്രാമിലോട്ട് ഒരു സ്റ്റുഡൻറ്റിന് താല്പര്യമുണ്ടെങ്കിൽ 4ാമത്തെ വർഷം നടക്കാൻ പോകുന്ന കാര്യം. അത് ഹോണേഴ്സ് ആണെങ്കിൽ. ഇനി
മൂന്നാമതൊരു ഓപ്ഷൻ വരുന്ന 4 ഇയർ UG ഓണേഴ്സ് വിത്ത് റിസർച്ചാണ്. ആ കുട്ടിക്ക് ഇതിന് ശേഷം 4 ഇയർ UG കഴിഞ്ഞതിന് ശേഷം PhD ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ, റിസർച്ചിന് താല്പര്യമുണ്ടെങ്കിൽ ആ കുട്ടി ഈ കഴിഞ്ഞ 6 സെമസ്റ്റർ 3 വർഷം പഠിച്ച 6 സെമസ്റ്ററിൽ നിന്ന് 75%-നേക്കാൾ കൂടുതൽ മാർക്സ് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ചിലോട്ട് പോകാനുള്ള അവസരം അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ PG ചെയ്യാണ്ട് തന്നെ ഈ 4 ഇയർ UG കഴിഞ്ഞ് നേരെ PhDയിലോട്ട് പോകാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ 3 രീതികൾ തന്നിരിക്കുകയാണ്. നമ്പർ 1, 3 ഇയേഴ്സ് പഠിച്ച് നമുക്ക് എക്സിറ്റ് ചെയ്യാം. നമ്പർ 2 എന്ന് പറയുന്നത് 4 ഇയർ UG ഡിഗ്രിയാണ്. അവിടെ നിങ്ങളുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഏത് ജോബിലോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജോബ് പ്രൊഫൈലിൽ ഒരു സപ്പോർട്ടായിട്ട് നിങ്ങളുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നൽകുന്ന കാര്യങ്ങളായിരിക്കും ഈ പറഞ്ഞ 4ാമത്തെ വർഷം അവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും 3 ഇയർ കോഴ്സസ് കഴിയുന്ന സമയത്ത് പല കുട്ടികൾക്കും ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കില്ലുകളില്ല, സോഫ്റ്റ് സ്കില്ലില്ല അല്ലേ. ഗ്രൂപ്പ് ഡിസ്കഷനിലോട്ട് പോകുമ്പോൾ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും അറിയില്ല, ഒരു ലെറ്റർ എഴുതാൻ അറിയില്ല, ഇങ്ങനെ വേണ്ട എബിലിറ്റി അതുപോലെ തന്നെ സ്കില്ലുകൾ ഇതൊന്നും ലാക്കിംഗ് ആണ്, ഇതൊന്നും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിനൊക്കെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ 4 ഇയർ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബട്ട് ഇതിൽ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മാറ്റം യൂണിവേഴ്സിറ്റി കൊണ്ടുവരുമ്പോൾ ഇത് പഠിപ്പിക്കുന്ന അധ്യാപകരും ടീച്ചേഴ്സും അതനുസരിച്ച് എന്തുണ്ടാകണം, അപ്ഗ്രേഡ് ചെയ്യണം. ഇപ്പം 4ാമത്തെ വർഷം ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്ന പ്രോഗ്രാമിന് ഗൈഡൻസ് കൊടുക്കാൻ നമ്മുടെ കോളേജിലുള്ള അധ്യാപകരിൽ എത്രത്തോളം ആൾക്കാർ നല്ല രീതിയിൽ PhD കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർ തന്നെ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ദെൻ ഇല്ലെങ്കിൽ PhD നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണവും വളരെ കുറവാണ്. പേരിന് തട്ടിക്കൂട്ടി PhD ചെയ്തിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. സംഭവം PhD കഴിഞ്ഞിട്ടുണ്ട്, ഡോക്ടറേറ്റ് ഒക്കെ പേരിൻ്റെ മുമ്പിലുണ്ട്. ബട്ട് അതും ഒരു ഏതെങ്കിലും തട്ടിക്കൂട്ടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ആൾക്കാർ വളരെ കൂടുതലാണ്, ഡിസ്റ്റൻസ് ഒക്കെ ആയിട്ട് ചെയ്തിട്ട്. ദെൻ ഈ PhD ഇല്ലാത്ത ആൾക്കാരുണ്ട് ഒരുപാട്. അപ്പോൾ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ടീച്ചേഴ്സ് ഈ സിലബസ് ഇംപ്രൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ, ഇതിപ്പോൾ പഴയ വർഷങ്ങളിൽ കൊല്ലങ്ങളായിട്ട് ഈ പഴയ രീതിയിൽ പഠിച്ച് ആ ഒരു അപ്രോച്ച് ഫോളോ ചെയ്ത് വരുന്ന ടീച്ചേഴ്സ് ആയിരിക്കും നമ്മുടെ കോളേജിലും അല്ലേ, എല്ലായിടത്തും. അപ്പോൾ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് മുന്നോട്ട് ടീച്ചേഴ്സ് കൂടി വന്നാലേ ഇങ്ങനെയുള്ള പുതിയ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്ന ഈ ഒരു സിസ്റ്റം നടപ്പിലാക്കി സക്സസ്സിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ആദ്യത്തെ 1-2 വർഷങ്ങളിലൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇത് 4 ഇയർ പ്രോഗ്രാമാണ്. ആദ്യത്തെ 3 വർഷം എന്ന് പറയുമ്പോൾ കുറേയൊക്കെ സെയിം ആയിട്ട് നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഇതിനേക്കാൾ മുമ്പുള്ള കോഴ്സിലൊക്കെ കണ്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. 4ാമത്തെ വർഷമാണ് വല്ലാണ്ടുള്ളൊരു ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇപ്പോഴും നമുക്കൊരു 3 വർഷം നമുക്ക് കയ്യിലുണ്ട് എന്നുള്ളതാണ്. 4th ഇയറിലാണ് സമൂലമായിട്ടുള്ളൊരു ചേഞ്ച് വരുന്നത്, അതിനായിട്ട് മുമ്പ് ഇല്ല എന്നല്ല. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റി നല്ല രീതിയിൽ ഒരു ഇൻസ്ട്രക്ഷൻ എല്ലാ ടീച്ചേഴ്സിനും കൊടുത്ത ടീച്ചേഴ്സ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. അതുമാത്രമല്ല നല്ല ലൈബ്രറി സപ്പോർട്ട് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടായിരിക്കണം. ഇപ്പോൾ സാധാരണ നമ്മൾ പല കോളേജിലും കാണാറുള്ളതാണ് ഈ 9:30 വന്ന് 3:30 ബെല്ലടിച്ച് പോകുന്ന പരിപാടി. അങ്ങനെ വേഗം വീട്ടിലേക്ക് എത്താം. ഈ ഒരു പഴയ സിസ്റ്റം ആണ് ഇപ്പോഴും നിലനിൽക്കുന്നതെങ്കിൽ ഇനി നിലനിർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കാര്യമില്ല. ഇപ്പോൾ 24/7 ഓപ്പൺ ചെയ്യുന്ന ലൈബ്രറീസാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ എല്ലായിടത്തും. പുറം രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഏത് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എപ്പോൾ വേണം, ആ ഒരു സിസ്റ്റമാണ്.
അപ്പോൾ ഈവനിങ്ങിലാണെങ്കിലും കുട്ടിക്ക് എപ്പോഴാണ് പഠിക്കാൻ കൂടുതലുള്ളതെങ്കിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ കാര്യമുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വെറുതെ പേരിന് മാത്രമായിരിക്കും. ഓക്കെ, ദെൻ ഈ മാറ്റമൊക്കെ ഉണ്ടായിരിക്കണം. അല്ലാണ്ട് പഴയ അതേ സിലബസ് ബേസ് വീണ്ടും കുട്ടികളെ പഠിപ്പിച്ച് ആ ഒരു സിസ്റ്റത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് മേജർ സബ്ജക്റ്റ് എടുക്കാൻ സാധിക്കും, മൈനർ സബ്ജക്റ്റ്, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഈ മെയിൻ, അതുപോലെ തന്നെ മെയിനായിട്ട് നിങ്ങളിപ്പോൾ BCom ആണ്, BB ആണെങ്കിൽ അതിൽ മെയിൻ പഠിക്കാൻ കോറായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കും. മെയിൻസ് എടുക്കാം, അതൊക്കെ നമുക്ക് സിലബസ് വരുമ്പോൾ നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് മെയിൻ എന്ന് പറയുന്നത്, മേജർ. സബായിട്ടുള്ളതാണ് മൈനർ. അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ക്രെഡിറ്റ് പോയിന്റിൻ്റെ കാര്യമൊക്കെയാണ് പിന്നെ നിങ്ങൾക്ക് ഇതിലുള്ള, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ആവശ്യമുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞു 75% മാർക്കിനായിട്ട് കൂടുതലുണ്ടെങ്കിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്ന പരിപാടിയിലോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇതിനെ പറ്റിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ബേസിക് സംഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യിക്കുക എന്നുള്ളൊരൊറ്റ കാര്യം തന്നെയാണ് കേട്ടോ. അൾട്ടിമേറ്റ്ലി ഉദ്ദേശം അതാണ്. ഇനി നമുക്കിതിനെ പറ്റിയിട്ട് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും നെക്സ്റ്റ് പറയാനുള്ളത് ഇതിൻ്റെ വാല്യുവേഷനെ പറ്റിയിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. വാല്യുവേഷനെ പറ്റിയിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റിയിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്നത് 100 മാർക്സിൽ ഒരുപാടുണ്ട്. ഞാൻ നോട്ട് ചെയ്ത് വെച്ച് പെട്ടെന്ന് പറയാം. 100 മാർക്സിൽ 80 മാർക്സ് എക്സ്റ്റേണൽ എക്സാമും 20 മാർക്സ് ഇൻറ്റേണലായിരുന്നു ഇതുവരെ. ദെൻ ഇതിൽ പാസ്സാകാൻ 35% ഇതായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ ഇതുവരെ. അതിലും മാറ്റം വരാണ്. 30% ഇൻറ്റേണലും 70% എക്സ്റ്റേണലുമായിട്ട് വീണ്ടും ഇത് മാറാണ്. അതാണ് മറ്റൊരു മാറ്റം, വലിയൊരു മാറ്റമാണ്. അത് മറ്റൊരു മാറ്റം. പിന്നെ നമ്മൾ ഇതുവരെയായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നത് വാല്യുവേഷനൊക്കെ യൂണിവേഴ്സിറ്റിയിലുള്ള സെൻട്രലൈസ്ഡ് വാല്യുവേഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും. ബട്ട് അതിലും വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവാണ്. ആ മാറ്റം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഡ് സെമസ്റ്ററുകളുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത് കോളേജസ് ആണ് നടത്തുക. കോളേജസ് ഓഡ് സെമസ്റ്ററിൻ്റെ ഓഡ് സെമസ്റ്റർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? 1, 3, 5, 7. ഇപ്പോൾ 4 വർഷമാകുമ്പോൾ 8 സെമസ്റ്റർ ഉണ്ടല്ലോ. ദെൻ ഇവൺ സെമസ്റ്ററുകളുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി 2, 4, 6, 8 ഈ രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലത് പറയുന്നുണ്ട് ഓഡ് സെമസ്റ്ററുകളുടെ ദെൻ ഈ വാല്യുവേഷൻ്റെ കേസ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റിനെ റെപ്പ് ചെയ്തിട്ടുള്ള 2 സ്റ്റാഫുകൾ വാല്യുവേഷൻ്റെ സമയത്ത് കോളേജിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇതുവരെയായിട്ട് നമ്മുടെ 3 ഇയർ പ്രോഗ്രാമിൽ 6 സെമസ്റ്ററുകളുടെ വാല്യുവേഷൻ നമുക്കറിയാം യൂണിവേഴ്സിറ്റി വാല്യൂ ചെയ്തിട്ട് മാർക്ക് പബ്ലിഷ് ചെയ്യുന്ന പരിപാടിയാണ്. ഇവിടെ ഓഡ് സെമസ്റ്ററുകളിൽ പേപ്പർ ഇടുന്ന യൂണിവേഴ്സിറ്റി ആണെന്ന് പറയുന്നുണ്ട്. ബട്ട് ഇതിൽ ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ട്. ഇതിലിപ്പോൾ റൂൾസിൽ പറയുന്നുണ്ട് യൂണിവേഴ്സിറ്റി പേപ്പർ തരുന്നു, വാല്യുവേഷൻ മാത്രം കോളേജസ്. ഇതിൽ ഇപ്പോൾ ആദ്യത്തെ സെമസ്റ്റർ അതിൻ്റെ പേപ്പർ യൂണിവേഴ്സിറ്റി തരുന്നു, ബാക്കിയുള്ള ഓടിൻ്റെ കോളേജസ് തന്നെ ഇടുന്നൊരു പരിപാടിയിലോട്ട് പോകാനും സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പേപ്പർ തരുന്നു, വാല്യുവേഷൻ ഇവിടെ വാല്യൂ ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട് റപ്പായിട്ട് 2 പേര് ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം. അങ്ങനെ വാല്യുവേഷനിൽ വ്യത്യാസം വരുന്നുണ്ട് രീതിയിൽ. ദെൻ ഇവൺ സെമസ്റ്ററുകൾ 2, 4, 6, 8 അത് ആരെന്നെ വാല്യൂ ചെയ്യും? യൂണിവേഴ്സിറ്റി തന്നെ വാല്യൂ ചെയ്യും. ഇപ്പോൾ പെട്ടെന്നൊക്കെ കാര്യം നടക്കാനാണെന്ന് പറയണം. ദെൻ നമുക്ക് 4 വർഷത്തെ കോഴ്സസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയർ ഫൗണ്ടേഷൻ ലെവൽ കോഴ്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഓരോ വർഷവും ആദ്യത്തെ 2 സെമസ്റ്ററുകൾ അങ്ങനെയായിരിക്കും. പിന്നെ കുറച്ചും കൂടി ലെവൽ കൂടി പിന്നെ ഹയർ ലെവലായി അങ്ങനെയൊക്കെ ആയിരിക്കും കോഴ്സിൻ്റെ ലെവൽസ് വരാം. അതാണ് പിന്നെ പറയാനുള്ളൊരു കാര്യം. പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പെർസെൻറ്റേജ് പറഞ്ഞു. പിന്നെ അറ്റൻഡൻസ് റെഗുലറിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 75% ഉണ്ടായിരിക്കണം, അത് മറ്റൊരു കാര്യം. പിന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ
അങ്ങനെ ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് മൊത്തം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ എന്താ പറയുക, തലയ്ക്ക് ഭ്രാന്ത് വരും. അപ്പോൾ അതിലേക്ക് മൊത്തം പോകുന്നില്ല. മിനിമം എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പം പറഞ്ഞ ഇതുവരെ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു 4 വർഷം ഒരു 10-65 പേജിൽ ഫുൾ റെഗുലേഷൻസ് ആണ്. ദെൻ ഇതാണ് നിങ്ങൾക്ക് പെർസെൻറ്റേജ് വരുന്നത്. 95% അബോവ് വരുമ്പോഴാണ് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ A+, 85 to 95, 75 to 85 A, ദെൻ B+ വരുന്നപ്പോഴാണ് ഫസ്റ്റ് ക്ലാസ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് പിന്നെ കേട്ടോ. അങ്ങനെ എപ്പോഴാണ് ഫെയിൽ ആവുക, പാസ് പെർസെൻറ്റേജ് 35 to 45 തന്നെയാണ്, അതിലൊന്നും വ്യത്യാസമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 വർഷം UG കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കഴിവ് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് കേരളത്തിൽ മൊത്തം ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടുള്ളത്. നമുക്കറിയാം ഫോറിൻ കൺട്രിയിൽ ഓൾറെഡി വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ബട്ട് ഇതിലത്തെ മെയിൻ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും ഇതിൽ നിന്നൊരു ഗുണമുണ്ടാകണമെങ്കിൽ നമ്പർ 1 ഞാൻ പറഞ്ഞു, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ ആവണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈബ്രറി എന്ന് പറയുന്നത് സൂപ്പറായിട്ട് വരണം. അത് ആക്സസ് ചെയ്യാൻ കുട്ടികൾക്ക് എപ്പോഴും സാധിക്കണം. ടെക്നോളജി എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ എല്ലാ ലൈബ്രറിയിലും ഉണ്ടായിരിക്കണം. ദെൻ നമ്പർ 2 ക്വാളിറ്റി ടീച്ചേഴ്സ്. ക്വാളിറ്റി ടീച്ചേഴ്സിന് ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം. ദെൻ ഈ റിസർച്ച് സ്കിൽ എന്ന് പറയണത് ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിന് വേണം. PhD ഉള്ള ടീച്ചേഴ്സിൻ്റെ എണ്ണം ചിലപ്പോൾ എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. ദെൻ PhD ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ക്വാളിറ്റി എന്ന് പറയണത് ഇല്ല. തട്ടിക്കൂട്ട് പലരും അങ്ങനെ എടുത്തിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ ഈ പറയുന്ന 4ാമത്തെ വർഷം ഈ ഓണേഴ്സ് വിത്ത് റിസർച്ചൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. പിന്നെ വാല്യുവേഷൻ നമ്മുടെ അവിടെ തന്നെ ആവുമ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നടക്കണം. പിന്നെ പറയാനുള്ളത് എന്താണ്, ചില സെമസ്റ്ററുകളിൽ ലാസ്റ്റ് എന്താണ് ഏത് പഠിക്കണമെന്നും അതിൻ്റെ സിലബസ് ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരം നമുക്ക് ടീച്ചേഴ്സിനുണ്ടെന്നുള്ളതാണ് ചില കോഴ്സിൻ്റെ. അപ്പോൾ അതിനൊക്കെ അത് ഡെവലപ്പ് ചെയ്യാനും അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനും ഉള്ളൊരു കപ്പാസിറ്റി ഇതിപ്പോൾ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറലി അതിൻ്റേതായുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസ് ഒരുപാടാണ്. ചില സെമസ്റ്ററുകളിൽ ഓപ്ഷൻസ് ഇപ്പോൾ എന്താണ് പറയുക, ഹിസ്റ്ററി പഠിക്കണോ, ഹിസ്റ്ററിയിൽ തന്നെ ഏത് ടൈപ്പ് ഹിസ്റ്ററി പഠിക്കണം, എന്തിനെ പറ്റി പഠിക്കണം, കോമേഴ്സിൽ തന്നെ ബിസിനസ് ആണെങ്കിൽ അതിൽ ഏത് പഠിക്കണം എന്നുള്ളതും ദെൻ അത് എത്രത്തോളം പഠിക്കണം എന്നുള്ളതും തീരുമാനിക്കാനുള്ള അധികാരം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടീച്ചേഴ്സിനുണ്ട്. അവർക്ക് സിലബസ് ഫ്രെയിം ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്യണം, അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നല്ല ശ്രമകരമായിട്ടുള്ളൊരു പരിപാടിയായിരിക്കും. ഓക്കെ, ദെൻ വാല്യുവേഷൻ്റെ കേസസ് ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ലിബറലാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു പരിപാടിയാണ് എനിക്ക് കാണുമ്പോൾ തോന്നുന്നത്. സെൻട്രൽ മൊത്തം ഓഡ് സെമസ്റ്ററിൻ്റെ വാല്യുവേഷൻ കോളേജിലും ഈവൻ സെമസ്റ്റർ എന്ന് പറയുന്നത് ഇവിടെയും നടക്കുന്നു. പിന്നെ ഇൻറ്റേർണലിന് കൂടുതൽ പെർസെൻറ്റേജ് കൂട്ടി 30% ആക്കി, എക്സ്റ്റേണലിൽ 70% ആയിട്ട് കുറച്ചു. ഇതൊക്കെ കാണാൻ സാധിക്കും. മേജർ മൈനർ കോഴ്സസ് അങ്ങനെയുണ്ട്. എപ്പോൾ വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ എക്സിറ്റ് എൻട്രി എന്ന് പറയണത് എനിക്കിപ്പോൾ എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും എൻട്രി ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പോയിട്ടില്ല. നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റായിട്ട് പറയാം. കാരണം ഒരു 10-65 പേജ് ഇതിൻ്റെ റൂൾസും റെഗുലേഷൻസാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ട് പറയാനുണ്ട്. എന്നാലും ഞാൻ ഈ വീഡിയോ ഇതിന് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രീതി ഇനി വരാൻ പോകുന്നത് 70% മാർക്സ് ആണെങ്കിൽ സെക്ഷൻ A 10 ചോദ്യങ്ങൾ 3 മാർക്ക് വെച്ചിട്ട് സീലിംഗ് ബെനിഫിറ്റ് ഉണ്ട്, സീലിംഗ് ഉണ്ട് 24 മാർക്സ്. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു രീതി. ഓക്കെ, എൻ്റെ അടുത്ത് ഒരുപാട് കുട്ടികൾ ഈ എത്ര അറ്റൻഡൻസ് വേണം, 75% അറ്റൻഡൻസ് വേണം, ജയിക്കാൻ അത്രയും മാർക്ക് 35%, ദെൻ ഇൻറ്റേർണൽ മാർക്ക്, എക്സ്റ്റേണൽ മാർക്ക്, അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, പിന്നെന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വാല്യുവേഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സിലബസിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ആ ചേഞ്ചസ് ശരിക്കും ഒരു 6 മാസം എടുത്തിട്ടാണ് യൂണിവേഴ്സിറ്റി സിലബസിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുണ്ടായിരിക്കും. പിന്നെ ആദ്യത്തെ 3 വർഷം എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉള്ള നമ്മൾ ഇതിനായിട്ട് മുമ്പ് ഉണ്ടായിരുന്ന രീതികൾ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. 4ാമത്തെ വർഷമാണ് ഈ പറഞ്ഞ മേജർ
മാറ്റം നമുക്ക് പറയാൻ സാധിക്കുക. അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ ഇനി മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതിൻ്റെ റെഗുലേഷൻസ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ആദ്യത്തെ മാറ്റമായതുകൊണ്ട് തന്നെ. ഓക്കെ, അൾട്ടിമേറ്റ്ലി കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ച സംശയങ്ങൾ മാത്രം എടുത്തിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനി എന്തൊക്കെ നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയാം കേട്ടോ. ഞാൻ അതിനെ റിലേറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സ്ഥാപനം BCom BBA MCom MBA ഇതിനൊക്കെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. സോ നിങ്ങൾക്ക് ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.